ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ, അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 109 സന്ദേശം. സഹിക്കുന്ന ആത്മാവിന് ദൈവസാമീപ്യം ഏറ്റവും കൂടുതലാണെങ്കിലും അതിൻ്റെ ദർശനം അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ ആത്മാവിന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമുക്കിവിടെ ഒരു വചനം ഓർമ്മിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ദൈവം തൻ്റെ വചനം കൊണ്ട്, പരിശുദ്ധാത്മാവ് നിവേശിതമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന വചനമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സഹിക്കുന്ന ആത്മാവിന് ദൈവസാമീപ്യം ഏറ്റവും കൂടുതലാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. വീണ്ടും അതിൻ്റെ ദർശനം അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ ആത്മാവിന് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതിലാണ് എല്ലാ രഹസ്യവും അടങ്ങിയിരിക്കുന്നത്. ദൈവം ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, ദൈവകോപത്തിന് ഇരയായിത്തീർന്നു എന്നുകൂടി ആത്മാവ് പ്രഖ്യാപിക്കുന്നു. ദൈവം ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, ദൈവകോപത്തിന് ഇരയായിത്തീർന്നു എന്നുകൂടി ആത്മാവ് പ്രഖ്യാപിക്കുന്നു. ചിലപ്പോഴെങ്കിലും നിരന്തരം പ്രാർത്ഥിച്ച് ആത്മീയതയിൽ വളരുവാൻ തീഷ്ണതയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമാണിത്. ദൈവം എന്നെ ഉപേക്ഷിച്ചുവോ? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം അന്ധകാരം നിറഞ്ഞിരിക്കുന്നത്? എൻ്റെ സഹന വഴികൾ എത്ര കഠിനമാണ്! എനിക്ക് ജീവിക്കാൻ ഒരടി മുന്നോട്ട് വെക്കാൻ പോലും പറ്റുന്നില്ല. അതേസമയം ഒരു പ്രാർത്ഥനയില്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന, ഏറ്റവും പാപകരമായ ജീവിതത്തിൽ നിന്ന് കരുതുന്ന വ്യക്തികൾ എത്രയോ സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് ജീവിക്കുക. എൻ്റെ ജീവിതം മാത്രം, എൻ്റെ ഈശോയെ, നീ പറയുന്ന അനുസരിച്ച് ജീവിച്ചിട്ട് ഇത്രമാത്രം സഹനത്തിൻ്റെ വഴിയിലൂടെയാണല്ലോ. നീ രക്തം വിയർത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എത്രയോ തവണ എൻ്റെ രക്തം വിയർക്കുന്ന അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ കണ്ണുനീര് വീണ കിടക്കയിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ നടക്കുന്ന വഴികളിലൊക്കെ എൻ്റെ കണ്ണുനീര് പാടുകൾ വീഴുന്ന രീതിയിൽ എത്രയോ സഹനത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ? ആരെങ്കിലും എന്നെ പരിഗണിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചുറ്റും നോക്കുന്ന എത്രയോ കൈപ്പേറിയ അനുഭവങ്ങളുണ്ട്. കാരണം എല്ലാവരുടെയും കൂടെയാണെങ്കിലും എൻ്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ ആരുമില്ല. എല്ലാവരുടെയും കൂടെയാണ് ജീവിക്കുന്നതെങ്കിലും എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പമാണ് ഞാൻ ഉറങ്ങുന്നതെങ്കിൽ പോലും അവൻ പോലും അറിയാതെ, അവൾ പോലും അറിയാതെ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നീ മാത്രം അറിയുന്ന എത്രയോ വേദനകളുണ്ട്. നിനക്ക് മാത്രമെങ്കിലും അതറിയാമെന്ന് കരുതി ഞാൻ എത്രയോ സ്വസ്ഥതയോടെ നിന്നിൽ സമാധാനം കണ്ടെത്താൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട്. എങ്കിലും ഈശോയെ, എങ്കിലും എൻ്റെ കർത്താവേ, നീ പോലും എന്നെ കാണുന്നില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്. അത്രമാത്രം കഠിനമാണ്, അത്രമാത്രം വിരസമാണ്, അത്രമാത്രം അന്ധകാരം നിറഞ്ഞതാണ് എൻ്റെ അനുഭവം. ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എവിടെയും തെറ്റിദ്ധാരണ മാത്രം, എവിടെയും അവഗണന മാത്രം. എൻ്റെ അധ്വാനവും എൻ്റെ കണ്ണുനീരും എൻ്റെ ആയുസ്സും എൻ്റെ ആരോഗ്യവും ഞാൻ ആർക്ക് വേണ്ടി കൊടുക്കുന്നോ അവരുടെ പക്ഷത്ത് നിന്ന് തിരസ്കരണം മാത്രം. ഇത്രയും നാൾ ഞാൻ അധ്വാനിച്ചത് ആർക്ക് വേണ്ടിയാണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ പോലെ എനിക്ക് വേണ്ടി അല്പമെങ്കിലും കരുതി വച്ചിരുന്നെങ്കിൽ എനിക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ ഞാൻ പൂർണ്ണമായി എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ടും അങ്ങ് പറഞ്ഞത് മാത്രം അനുസരിച്ച് ജീവിച്ചിട്ടും എൻ്റെ ചുറ്റും അന്ധകാരം മാത്രമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ അവസ്ഥ നീ അറിയുന്നുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോവുക. നീ എന്നെ തിരസ്കരിച്ചുവോ എന്ന് ഞാൻ പരിശ്രമിക്കുന്നു. ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇവിടെയെല്ലാം ഈ സന്ദേശത്തിലൂടെ ഈശോ പറയും, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. നിൻ്റെ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. നിൻ്റെ കണ്ണുനീര് എൻ്റെ പാത്രത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ അനാഥയായിട്ട് വിടുകയില്ല. എൻ്റെ പേര് ഇമ്മാനുവേല. ഞാൻ നിൻ്റെ കൂടെ വസിക്കുന്ന കർത്താവാ. നിൻ്റെ കരങ്ങൾ പിടിച്ചിരിക്കുന്ന ഞാൻ തന്നെയാണ്. നീ ചുറ്റും നോക്കുമ്പോൾ ഒന്നും കാണാൻ നിനക്ക് പറ്റുന്നില്ലേ? നിൻ്റെ കണ്ണുകൾ എൻ്റെ നെഞ്ചിൽ അമർന്നാണ് ഇരിക്കുന്നത്. നിന്നെ എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുക. നീ എന്നെ അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. പക്ഷേ നിനക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് ചുറ്റും എൻ്റെ ഹൃദയം ഒരുക്കിയിരിക്കുക. എൻ്റെ ഹൃദയത്തിലാണ് നീ വസിക്കുന്നത്. കർത്താവിൻ്റെ കരുണയുടെ വചസ്സുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നിശബ്ദതയിൽ സ്വീകരിക്കാം. നിശബ്ദതയാണ് നമുക്ക് മുൻപിലെങ്കിലും ഓർമ്മിക്കുക. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഓർമ്മിക്കുക, എൻ്റെ കർത്താവിൻ്റെ നെഞ്ചോട് എൻ്റെ കണ്ണ് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.